മലയാള സിനിമയിലെ രണ്ട് സൂപ്പർ താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും. അഭിനയത്തിന്റെ കാര്യത്തിലായാലും സ്റ്റാർഡത്തിന്റെ കാര്യത്തിലായാലും രണ്ടുപേരും മലയാളികൾക്ക് എന്നും തുല്യരാണ്. മലയാളികൾക്ക് ഇവരെ ഒഴിച്ചു നിർത്തി ഒരു ദിവസം കടന്നു പോവുക എന്നത് അസാധ്യമായ ഒന്നാണ്. തിരശീലയിൽ വിസ്മയങ്ങൾ തീർക്കുന്ന ഇവർ നല്ല സിനിമകളുടെ ഭാഗമാകുന്നതിന് വേണ്ടി സ്വന്തം നിർമ്മാണ കമ്പനികളും സിനിമാ മേഖലയിൽ തുടങ്ങിയിരുന്നു. വലിയ വാണിജ്യ സിനിമകൾക്കും അതുപോലെ തന്നെ കലാമൂല്യമുള്ള സിനിമകൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നതിലും ഇവരുടെ കീഴിലുള്ള നിർമ്മാണ കമ്പനികൾ വലിയ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. 2000-ലാണ് മോഹൻലാലും തന്റെ ആരാധകനും സുഹൃത്തുമായ ആന്റണി പെരുമ്പാവൂരും കൂടി ആശീർവാദ് സിനിമാസ് എന്ന നിർമ്മാണ കമ്പനിക്ക് ജന്മം കൊടുക്കുന്നത്. മോഹൻലാലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വാണിജ്യ മൂല്യമുള്ള ചിത്രം പിറന്നതും ആശീർവാദ് സിനിമാസിന്റെ ആദ്യ സിനിമയായാണ്. മോഹൻലാൽ പൂവള്ളി ഇന്ദുചൂടനായി തകർത്തഭിനയിച്ചതും ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ കിടക്കുന്ന ചിത്രം നരസിംഹം. അക്കാലത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം കൂടിയാണ് മോഹൻലാലിന്റെ നരസിംഹം. 2001-ൽ ആശീർവാദ് സിനിമാസ് വന്നത് ദേവാസുരത്തിന്റെ രണ്ടാം ഭാഗമായ രാവണപ്രഭുവുമായാണ്. രഞ്ജിത്ത് സംവിധാനത്തിലിറങ്ങിയ ചിത്രം ആ വർഷത്തെ സൂപ്പർ ഹിറ്റുകളിൽ ഒന്ന് തന്നെയായിരുന്നു. ശേഷം നാട്ടുരാജാവ്, നരൻ, ബാബാ കല്യാണി, കിളിച്ചുണ്ടൻ മാമ്പഴം, ഒപ്പം എന്നിങ്ങനെ ആശീർവാദ് സിനിമകളുടെ മലയാള സിനിമയ്ക്ക് നല്ല കാലമായിരുന്നു ലഭിച്ചിരുന്നത്. കൊമേഴ്ഷ്യൽ സിനിമയ്ക്കൊപ്പം തന്നെ സ്പിരിറ്റ്, പരദേശി പോലുള്ള കലാമൂല്യമുള്ള സിനിമകൾ നിർമ്മിക്കാനും ആശീർവാദ് സിനിമ ശ്രദ്ധിച്ചിരുന്നു. 2018-ൽ ഇറങ്ങിയ ഒടിയൻ എന്ന ചിത്രത്തിലൂടെ പുതിയ രൂപമാറ്റവുമായി മോഹൻലാൽ ആശീർവാദ് സിനിമാസുമായി എത്തിയെങ്കിലും വലിയ വിജയം നേടാൻ സിനിമയ്ക്കായില്ല. പിന്നീട് വലിയ ഹൈപ്പിൽ വരുന്ന മോഹൻലാൽ ചിത്രങ്ങളുടെ പരാജയങ്ങൾ മോഹൻലാൽ ആരാധകർക്ക് വലിയ നിരാശയാണ് സമ്മാനിച്ചിരുന്നത്. 2019-ൽ ഇറങ്ങിയ ലൂസിഫറിന്റെ വിജയം ആശീർവാദ് സിനിമാസിന്റെയും മലയാള സിനിമയുടെയും എക്കാലത്തെയും റെക്കോർഡ് കളക്ഷനായാണ് നിലനിന്നിരുന്നത്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ 2018 മാത്രമാണ് ലൂസിഫറിന്റെ കളക്ഷനെ മറികടന്നത്. നടൻ മമ്മൂട്ടി തന്റെ പേരിൽ തന്നെ തുടങ്ങിയ മമ്മൂട്ടി കമ്പനിയുമായി മലയാള സിനിമയുടെ നിർമ്മാണ മേഖലയിലേക്ക് കാലെടുത്തു വെച്ചത് 2022-ൽ ഇറങ്ങിയ റോഷാക്ക് എന്ന സിനിമയിലൂടെയാണ്. മേക്കിങ്ങിൽ വ്യത്യസ്തത പുലർത്തി വന്ന സിനിമ മലയാള സിനിമയ്ക്ക് പുതിയ അനുഭവമാണ് നൽകിയത്. വൈറ്റ് റൂം ടോർച്ചറും ഈ സിനിമയിലാണ് മലയാളികൾ ആദ്യമായി കണ്ടതും. പിന്നീട് വന്ന നൻപകൽ നേരത്തെ മയക്കം പ്രമേയത്തിൽ വ്യത്യസ്തത പുതുക്കി പ്രേക്ഷകരെ ഞെട്ടിച്ചിരുന്നു. മമ്മൂട്ടി കമ്പനി മൂന്നാമതായി ഇറക്കിയ കണ്ണൂർ സ്ക്വാഡ് ബോക്സ് ഓഫീസിൽ 100 കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടി വിജയം കൊയ്തത്. ജിയോ ബേബിയുമായി മമ്മൂട്ടി ഒന്നിച്ച കാതൽ ദി കോർ എന്ന സിനിമയും പ്രേക്ഷകർക്കിടയിൽ മമ്മൂട്ടി കമ്പനിയുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന മമ്മൂട്ടി കമ്പനി സിനിമകളിൽ വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്കുള്ളത്. വൈശാഖിന്റെ സംവിധാനത്തിൽ മിഥുൻ മാനുവൽ തിരക്കഥ എഴുതുന്ന ടർബോയാണ് ഇനി മമ്മൂട്ടി കമ്പനിയുടേതായി വരാനിരിക്കുന്നത്. ടർബോയിലെ മമ്മൂട്ടിയുടെ ലുക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിരുന്നു. ഇനി വരാനിരിക്കുന്ന ആശീർവാദ് സിനിമാസ് മോഹൻലാൽ ചിത്രങ്ങളും വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ജിത്തു ജോസഫിന്റെ നേര്, പൃഥ്വിരാജിന്റെ എമ്പുരാൻ, മോഹൻലാൽ ആദ്യമായി സംവിധായകന്റെ കുപ്പായമണിയുന്ന ബാറോസ് എന്നിവയെല്ലാം തിയേറ്ററിൽ പഴയ മോഹൻലാൽ പ്രഭാവത്തെ തിരിച്ചു കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത്.